ഇന്നത്തെ റെസിപ്പി നല്ല പഴുത്ത പഴം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. ഒരു 10 മിനിറ്റ് മാത്രം മതിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല പഴുത്ത 2 പഴം എടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. ഇതിൻ്റെ പകുതി ഭാഗം ഒരു ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാനിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വലുതായി കട്ട് ചെയ്ത് വെച്ചാൽ പഴം ഇട്ട് കൊടുക്കട്ടോ. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതാ ഈ പഴം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണേ, അതുവരെ വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ പഞ്ചസാര മെൽറ്റായിട്ട് കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി മിക്സാക്കി എടുക്കണേ. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ. എല്ലാം കൂടി ഒന്നും കൂടി മിക്സാക്കി എടുക്കണേ. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് വേണ്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ കൂടെ 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 3 ഏലക്കായൻ്റെ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ ഇത്. ഈ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അരച്ച് വെച്ച പഴം ഇതിൽ ചേർത്ത് കൊടുക്കട്ടെ. പഴം നന്നായിട്ടൊന്ന് നെയ്യിൽ കിടന്ന് മൂപ്പിച്ചെടുക്കണേ. ഈ പാനിൽ ഇങ്ങനെ വിട്ട് വരണം, ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അതുവരെ വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കട്ടെ. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടോ. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് പഴമായതുകൊണ്ട് തണുത്ത് കഴിയുമ്പോഴേക്കും ഒന്നും കൂടെ കട്ടിയായി വരും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യട്ടോ. ഇനി ഇതിലേക്ക് മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാനിൽ കുറച്ചൊരു നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊരു അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ പഴം ഇട്ട് കൊടുക്കട്ടോ. ഈ പഴമൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് തണുത്ത് കഴിയുമ്പോൾ കേട്ടോ കൂടുതലൊരു ടേസ്റ്റ്. കുറഞ്ഞ സമയമല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.